തിരുവനന്തപുരം ധനുവച്ചപുരത്ത് ഉടമയുടെ അനുവാദമില്ലാതെ വീട് ചവിട്ടി തുറന്ന് പോലീസിന്റെ പരാക്രമം. ധനുവച്ചപുരം സ്വദേശി ബാബുരാജാണ് പാറശാല പോലീസിനെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. ബാബുരാജിനെ മദ്യപ സംഘം മർദ്ദിച്ച കേസിൽ പോലീസ് അന്വേഷണം കൃത്യമായി നടന്നില്ല എന്നും പരാതിയുണ്ട്. വീട്ടിൽ വന്ന് വേണ്ട വെള്ളം കാണിച്ച് എല്ലാം മരിച്ച് തുറന്നു എൻ്റെ ഭാര്യയുടെ ഫോണും എടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. പക്ഷേ അവർ നിയമപരമായിട്ട് കേസെടുക്കുകയെല്ലാം ചെയ്താൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കൊലക്കേസ് പ്രതികൾ ചെയ്യുമ്പോൾ ചെയ്തിരിക്കുകയാണ്. AK സ്റ്റെഫൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സ്റ്റെഫൻ, ഗുഡ് മോർണിംഗ്. പാറശാല പോലീസിനെതിരെയാണ് പരാതി. എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്? കഴിഞ്ഞ 6-ാം തീയതിയായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം എല്ലാം ഉണ്ടായത്. ഇപ്പോൾ ഏതായാലും റൂറൽ SP പരാതി നൽകിയിരിക്കുകയാണ് ബാബുരാജിന്റെ മകൻ ചന്ദ്രബാബു ഒരു കേസിൽ പ്രതിയാണ്. അദ്ദേഹത്തിനെതിരെ FIR പാറശാല പോലീസ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള പരാതി ഒരു കണ്ടക്ടറെ ഹെൽമെറ്റ് കൊണ്ട് തലയ്ക്കടിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. അതിനെ ഈ ബാബുരാജിൻ്റെ മകനെ ചന്ദ്രബാബുവിനെ പിടിക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് ആ വീട്ടിലേക്ക് എത്തിയത്. അന്നേരം ആ വീട്ടിലാരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവരുടെ പരാതിയിൽ പറയുന്നത് പോലീസ് വീട്ടിലെത്തി പൂട്ടിക്കിടന്ന വീട് ചവിട്ടി തുറന്ന് വലിയ നാശനഷ്ടമുണ്ടാക്കി. അതോടൊപ്പം തന്നെ അവിടെ ഒരു വളർത്തുനായ ഉണ്ടായിരുന്നു. വളർത്തുനായെ പരിക്കേൽപ്പിച്ചു. അതിനുശേഷം അതിനെ പുറത്ത് ആക്കി, ചുറ്റുമതിലിന് പുറത്താക്കി. ഒപ്പം തന്നെ ആ വീട്ടിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടു. ചന്ദ്രബാബുവിൻ്റേതാണെന്ന് കരുതി പോലീസ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോൺ എടുത്തുകൊണ്ട് പോയി. അത് ഈ വയസ്സായ അമ്മയുടെ ഫോണായിരുന്നു. ആ ഫോൺ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഗുരുതരമായ കാര്യങ്ങളാണ് പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്താണ് ഇത്തരത്തിൽ പോലീസ് അവിടെ എത്തി പരാക്രമം നടത്തിയത്. ഈ പോലീസിൻ്റെ ഒരു ഭാഷ്യമെന്ന് പറയുന്നത് ഇദ്ദേഹത്തെ പിടിക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. അദ്ദേഹം ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ് എന്നുള്ളതാണ് പാറശാല പോലീസ് പറയുന്നത്. ഏതായാലും റൂറൽ SP പരാതി നൽകിയിരിക്കുകയാണ് ഈ വയോധികൻ. പ്രത്യേകിച്ചും ഈ കേസിന് ആസ്പദമായ സംഭവം ഈ ചന്ദ്രബാബു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതിനിടെ അവിടെ ഉണ്ടായിരുന്ന ചില ആളുകളുമായി തർക്കമായി. തുടർന്നായിരുന്നു ഈ പ്രശ്നമെല്ലാം തന്നെ ഉണ്ടായത്. പക്ഷേ തൻ്റെ ഭാഗം കേൾക്കാതെ ഈ എതിർഭാഗത്തുള്ള ആളുകളുടെ പരാതിയിൽ കേസെടുക്കുകയും തുടർന്ന് വീട്ടിലെത്തി ഇത്രയധികം പ്രശ്നങ്ങൾ, അവർ രണ്ടുപേരും മാത്രമേ ആ വീട്ടിൽ താമസിക്കുന്നത്, അവിടെ എത്തി ഈ വീട് പൊളിച്ച് സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടു. അങ്ങനെ അതിക്രൂരമായ നടപടിയാണ് പാറശാല പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് ഈ വയോധികനായ മുൻ ബാങ്ക് ഉദ്യോഗസ്ഥനായ ബാബുരാജ് വ്യക്തമാക്കുന്നത്.